ഹലോ ഗൈസ്, എല്ലാവർക്കും സേറാസ് വേൾഡിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ഹൂ നോസ് ബി ബെറ്റർ എന്ന വീഡിയോ ആണ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഗൈസ്, അപ്പോൾ ഇവിടെ ഉള്ളത് സയാനും പാപ്പിയും ഉമ്മയാണ്. അപ്പോൾ നമുക്ക് ചോദ്യം ചോദിച്ചു തുടങ്ങാം. ഗൈസ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ കോപ്പി അടിക്കാൻ പറ്റില്ല കേട്ടോ. മാർക്ക് എഴുതി കൊടുത്താൽ ഡേ വേണം, ഡേറ്റ് വേണം. ഡേയും ഡേറ്റും അറിയാതെ ഇതുണ്ട്. വലുതാക്കി ചെയ്തിട്ടുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻ കൂടുതൽ കഴിഞ്ഞു. ഓക്കെ, സയനോട് ചോദിച്ചു നോക്ക്. അവനോട് പറയാൻ പറ. അവൻ എഴുതിയത് നോക്കണ്ട. ഒക്ടോബർ എന്നാണ് താത്താന്റെ ബർത്ത്ഡേ? ഡേറ്റ് അല്ല. ഒക്ടോബർ 6, 2030 സൺഡേ രാത്രി 11:30. സൺഡേ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതും കറക്റ്റാ. സൺഡേ തന്നെയായിരുന്നു. ടൈമൊന്നും വേണ്ട. ഞാൻ എഴുതിയത്. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ എത്ര പോയിന്റ് ഉണ്ട്? ഒരു പോയിന്റ് മാർക്കിൽ സയാനൊരു ഹാഫ് മാർക്ക്. സയാനൊന്ന് ഹാഫ് മാർക്ക് ഇട്ടുള്ളൂ. അപ്പുറം മാർക്ക്. ഓക്കെ, അപ്പൊ ജായ്സ് എന്റെ ശരിയാണ്. എന്റെ ശരിയാണ്. സയാന്റെ മാസവും കറക്റ്റാണ്, ഡേയും കറക്റ്റാണ്. പക്ഷെ ഇത് എത്ര മാർക്ക്? 10. 10 ഒരു മാർക്ക്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോണത്. അതിന്റെ NH-ന്റെ ഫുൾ ഫോം. സേറ മറിയം NH-ലെ ഫുൾ ഫോം. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അല്ല, സിമ്പിൾ. ഇത് പിന്നെ പറയാം. നടുവിലെ കാഞ്ഞത്തിന്റെ തീയോ ഇതിന്റെ ഫുൾ ഫോം തീയോ. പറഞ്ഞാ മതി, സയൻ പറഞ്ഞാ മതി. എഴുതുന്നുണ്ട്. ഞാൻ മതി നടിയിലേക്ക് അതിന്റെ നിങ്ങൾ കറക്റ്റാണ്. നടുവിലെ കാഞ്ഞിരത്തെങ്കിൽ ഹുസൈൻ. ഒരു മാർക്ക്. അപ്പൊ ഒരു മാർക്ക്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ? വലുതാക്കി ഇതെടുത്തിട്ടാ. അടുത്ത ക്വസ്റ്റ്യൻ. എന്റെ ഫേവറേറ്റ് കളർ. ഒന്ന് എഴുതും, രണ്ട് എഴുതും. രണ്ട് തോന്നുന്നുണ്ട് ഫേവറേറ്റ് കളർ. ഒരു മാർക്ക്. അപ്പുറം ഫേവറേറ്റ് ആണ്. രണ്ട് കളർ എഴുതിയാൽ കുഴപ്പമുണ്ടോ? ഒറ്റ കളർ ഏതാ? ഞാൻ രണ്ട് കളർ എഴുതി. നിനക്ക് രണ്ട് കളർ ഇഷ്ടമാണ് എന്നാണ് എന്നോട് പണ്ട് പറഞ്ഞത്. Purple. ബ്ലാക്ക് ആൻഡ് ബ്ലൂ. ബ്ലാക്ക് ഇഷ്ടമാണ്. ഓന് ഇഷ്ടമുള്ളൊരു കളർ ബ്ലാക്ക് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഓക്കെ, അത് മാറ്റി. ഞാൻ ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്നാണ് എഴുതിയത്. പർപ്പിൾ അല്ലേ? ഈ ബേബി പിങ്ക് ഇഷ്ടമാണ്. അത് ഞാൻ സമ്മതിച്ചേ. പർപ്പിൾ എനിക്ക് പർപ്പിൾ ഇഷ്ടമല്ല. ഇഷ്ടമല്ല. ശരി, ഇഷ്ടമല്ലാത്തല്ലേ ചോദിച്ചു? അല്ല, ഇഷ്ടമുള്ള ഇഷ്ടമുള്ള കളർ. അപ്പൊ എനിക്ക് ഫുൾ മാർക്ക് എഴുതാവോ? ആ. സയൻ ഒരു സയൻ. മാർക്ക്. ഞാൻ ഫുൾ മാർക്ക് എടുക്കും. അത് എനിക്ക് ഇഷ്ടമല്ലാതെ ഇഷ്ടമല്ലാത്തല്ലേ ചോദിച്ചത്? അല്ല അല്ല, ഇവിടെ ഒരു മാർക്ക്. പർപ്പിൾ താഴെ ഇഷ്ടമല്ല. ഒരു താഴെ അവിടെ മോന്റെ പർപ്പിൾ കളറൊക്കെ നീയാണ്. 0. ഓക്കെ, അടുത്തത്. ഇനി എന്റെ ഫേവറേറ്റ് ചാനൽ യൂട്യൂബ് ചാനലാ. അതൊക്കെ ഏകദേശം അറിയാം. എനിക്ക് കറക്റ്റാണ്. കഴിഞ്ഞ്. ഇവിടെ അല്ല, മാർക്കിന്റെ അവിടെ അല്ലേ എഴുതണ്ടേ? അപ്പുറം എഴുതി, അപ്പുറം എഴുതി. ഇവിടെ എഴുതി. ഞാനും എഴുതി. Done. നോക്കട്ടെ. ഞാൻ പറഞ്ഞുതരാം. അവരെഴുതട്ടെ.
മോനെ ഏതൊക്കെ ഫുഡ് കഴിക്കാം? ഞാനെന്താ ഉമ്മയെല്ലാം കഴിക്കാറില്ലേ ഉമ്മി? എന്നാ ലാസ്റ്റ് കഴിച്ചേ? അത് സമർ. ഫേവറേറ്റ് ഫ്രൂട്ട് ഇതറിഞ്ഞൂടെ പോഷമുണ്ട്. പിന്നെ ഫ്രൂട്ട് ഒന്നും കഴിക്കാൻ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എഴുതി. ഞാൻ എഴുതട്ടെ? നോക്കട്ടെ. മാംഗോ എഴുതിയിട്ടുണ്ട്. മാംഗോ ഞാൻ എഴുതിയിട്ടുണ്ട്. വീട്ടില് മാത്രം. അപ്പൊ ആപ്പിൾ ഇഷ്ടമല്ലേ? ആപ്പിൾ ഇഷ്ടമല്ല. അവന്റെ favorite ആണ്. വീണ്ടും അല്ലല്ല. പഴം കൂട്ടിക്കോ ഒരു മാർക്ക്. പഴം ഇഷ്ടമാണ്. അത് ശരി. അപ്പൊ എനിക്കും വേണം ഒരു മാർക്ക്. ഇല്ല ആപ്പിൾ അവിടെ ഇങ്ങനെ കഴിക്കാറില്ല. ആ, ഞാൻ നെക്സ്റ്റ് എന്റെ ഫേവറേറ്റ് വെജിറ്റബിൾ. വെജിറ്റബിളാ. വെജിറ്റബിൾ 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 മോന്റെ ഫേവറേറ്റ്. എന്താണ്? ഇതൊക്കെ കഴിക്കണേ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാൻ സോസൊക്കെ കൂടെ കഴിക്കാറുണ്ട്. അങ്ങനെ കറിയൊക്കെ ആക്കി ആലോചിച്ചു. പിന്നെ എന്റെ നോക്കിട്ടാ ഉമ്മി, ജർമ്മനി എഴുതിയത് ഇത്. ഉമ്മി എഴുതിയോ? എന്താ എഴുതിയത്? വാപ്പി എഴുതുന്നതല്ലേ? എന്താണ് എഴുതിയത്? ഉമ്മി എന്താ എഴുതിയത്? അത് പറ. ഞാൻ ക്യാബേജാണ് എഴുതിയത്. അത് തെറ്റാണ്. മുരിങ്ങാക്കോൽ. മുരിങ്ങാക്കോൽ. ക്യാരറ്റും കോളിഫ്ലവറുമാണ് എനിക്ക്. കറക്റ്റ് ആണ്. ശരിയാണ്. ക്യാരറ്റ് ഇഷ്ടമാണ്. എന്റെ പൊന്നെ, എനിക്ക് ചെയ്യാനൊരു മാർക്ക്. സയാനാണ് കറക്റ്റ്. സയ്യോ, നീ എവിടുന്ന് പഠിച്ചത് ഇതൊക്കെ? നോക്കട്ടെ നെക്സ്റ്റ് എന്റെ ഫേവറേറ്റ് ആക്ടർ. ആക്ടറാ. ഉമ്മീനോട് ഞാൻ ഉമ്മ സ്കെച്ച് കൊണ്ടിരുന്നപ്പോ എനിക്ക് പറഞ്ഞിട്ട് ഉമ്മീനോട് പറഞ്ഞത്. സ്കെച്ച് കൊണ്ടിരുന്നപ്പോഴാണ് ഫേവറേറ്റ് അത് ആക്ടർ. ശരി. നിങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഇപ്പൊ ഞാൻ അല്ല, ഞാൻ അങ്ങനെയല്ല പണ്ട് പറഞ്ഞു കൊടുത്തത്. പണ്ടത്തെയാണ്. പണ്ടത്തെ അല്ല. ഞാൻ എഴുതി. ഞാൻ എഴുതിട്ടത്. ഞാൻ എന്തെങ്കിലും നാടിന്റെ പേര് എഴുതാ. നീ പറഞ്ഞാ മതി എന്നിട്ട് സ്പെല്ലിംഗ് തെറ്റാണെങ്കിലും കുഴപ്പമില്ല. സമയം പോകുന്നേ പറ. എഴുതിട്ട് ആ മതി. എത്ര സമയം മതി? ഇല്ല. ആ. ഇത് വാപ്പി കോപ്പി അടിച്ച്. വാപ്പി കോപ്പി അടിച്ച്. ഇല്ല. സയ പറയുന്നിട്ട് കോപ്പി അടിച്ചതാ ഇല്ല, സയ. അതാവട്ടെ. അതെ. ടോമിനോ തോമസിന് ഞാൻ കൊടുക്കാം. പിന്നെ ഞാൻ ടോവിനോ എന്നാ എഴുതിയേക്കുന്നത്. ഓ അത് ശരി. ഞാൻ ആദ്യമേ ടോവിനോ എന്ന് എഴുതിയിട്ട് ടോവിനോ എനിക്ക് വരും. ആ വാപ്പിക്ക് പൂജ്യം. വാപ്പി പിന്നെ? കോപ്പി അടിച്ചതാ. ഇല്ല. ഞാൻ നോക്കുന്നത് ദുൽഖർ സൽമാൻ. ഇനി പണ്ട് അടുത്തത് നിവിൻ ഫേവറേറ്റ് ആക്ട്രസ്. ആക്ട്രസ് എനിക്ക് നടിയുടെ പേര്. എനിക്ക് ക്ലൂ തരൂ. ക്ലൂവാ. ഈ ഇടക്ക് ആ നടിയുടെ ഈ ഇടക്ക് ആ നടിയുടെ സിനിമ ഇറങ്ങാൻ പോണേ. ഓക്കെ. Yes. ഈ ഒന്ന് കേട്ടു. എനിക്ക് അതല്ല പറഞ്ഞേ. ആ ഞാൻ എഴുതി. ഇത്ര സമയമൊക്കെ മതി. അത് ഈ നടി മലയാളിയല്ല. ആ എനിക്കറിയാം. എനിക്ക് മനസ്സിലായി. ഞാൻ എഴുതി. നടിയുടെ കീഴിലാണ്. ഗേൾ ഒരു ഗേൾ ഒരു ഹീറോയിൻ അറിയോ? സയാനി ഞാൻ വിട്ടുകൊടുത്തു. ആ. ഇപ്രാവശ്യം പുതിയ സിനിമ ഇറങ്ങാൻ പോകുന്നുണ്ട്. ഇറങ്ങുമ്പോ പോണോ? ഇറങ്ങി. ഇന്ന് ഇറങ്ങി. ഓക്കെ. സായി പല്ലവി. മോന്റെ ശരിക്കും ആ, അതെ. അത് പറ്റില്ല. അത് പോയി. തെപ്പ. അതാണ് ഇതിന് ഉറപ്പില്ല. മോന്റെ ശരിക്കും പറയും. ഇതല്ല. എനിക്ക് വേറെ ആരുടെയും പേരറിയാൻ പാടില്ല. സായി പല്ലവിയാണ് ഇന്ന് സിനിമ ഇറങ്ങി. ഇവന് അതൊന്നും അറിയില്ല. അവരുടെ സിനിമ അവനതൊക്കെ അറിയാം. നിങ്ങൾ ഫേവറേറ്റ് ഫുഡ് ഫേവറേറ്റ് ഫുഡാ. കഞ്ഞി ഉണ്ട്. എഴുതരുത്. കഞ്ഞി നിങ്ങൾക്ക് അറിയാവുന്ന അതെ. ആ. ഏതാ? അത് കുഴപ്പമില്ല, നീ അറിയാവുന്ന വാഴ. ദൈവം തിരുത്തിയിട്ട് എന്റെ നോക്കി. ഇല്ലില്ല ഞാൻ എഴുതി. ആ മതി. കുഴിമന്തി. ഞാൻ ഫ്രൈഡ് റൈസ്. ഞാൻ ഫ്രൈഡ് റൈസ് ചെയ്തിട്ട് ഞാൻ ഓൾറെഡി ഫ്രൈഡ് റൈസ് ചെയ്തേ. കുഴിമന്തിക്കാണ് മാർക്ക് കൊടുക്കുന്നത്. ഓക്കെ. കുഴിമന്തിക്ക് മാർക്ക് കുഴിമന്തി കിട്ടും. മാർക്ക് കിട്ടും. അപ്പൊ ഇതിനില്ലേ? ഇല്ല. ഇപ്പൊ എല്ലാ ആഴ്ചയിലും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കാൻ ഞാനായിരിക്കും. എന്നൊരു യൂസ്ലെസ് ടാലന്റ്. യൂസ്ലെസ്. ഒരു ഉപകാരമില്ലാന്ന് വെച്ചിട്ട്. ഇതിന്റെ അതൊരു ഹിഡൻ ടാലന്റ്. ഏതെങ്കിലും അതൊരു ഹിഡൻ ടാലന്റ് ആണ്. ഇതിന്റെ പേര് അത് കുഴപ്പമില്ല. എന്റെ ഒരു യൂസ്ലെസ് ടാലന്റ് ഒരു ഉപകാരമില്ല. എന്റെ നോക്കി എഴുതരുത്. ഞാൻ വെറുതെ ചോരക്കാരനെ മാത്രം ഉപയോഗിക്കണ ഒരു യൂസ്ലെസ് ടാലന്റ്. ഞാൻ എഴുതി. ഉദ്ദേശിച്ചത്
ഉറക്കത്തിൽ ചവിട്ടില്ല. അതിന് മാർക്ക് കൊടുക്കാം, സയാനിന് മാർക്ക്. അതെന്താണ് ഉറക്കത്തിൽ ചവിട്ടണത്? എന്ത് ടാലന്റ് ആണ് അതെല്ലാരും അതൊക്കെ ഒരു ടാലന്റ് ആണ് ശരിക്കും. അത് റെയർ പീപ്പിളിനൊക്കെ ഉള്ള ഒരു ടാലന്റ് ആണ്. നിന്റെ വ്ളോഗിങ് നോക്ക്, ഇവിടെ ഞാൻ ഓർഡർ ഇട്ടിട്ടുണ്ട്. എന്റെ വ്ളോഗിങ് യൂസ്ലെസ് ആണ്. ഓക്കെ അടുത്തത് എന്റെ ഫേവറേറ്റ് മൂവി മൂവിയോ? ഈ 2024 ഏറ്റവും ഫേമസ് ആയ ഒരു മൂവിയാണ്. ആ എനിക്കറിയാം. ഞാൻ ക്ലൂ തരാം. വേണ്ട ക്ലൂ വേണ്ട വേണ്ട വേണ്ട. ഈ അതില് ആക്ടറായിട്ട് വന്നേക്കണ നെസ്ലിനാണ്. ഞാൻ എഴുതിയ ആൻസർ ഓൾറെഡി ഞാൻ ആൻസർ നെസ്ലിൻ എന്ന് വെച്ചാൽ സച്ചിൻ. ഓ പറഞ്ഞാ മതി. സൈൻ എഴുതണമെന്നില്ല. ഞാൻ അതൊന്നും എഴുതട്ടെ. പ്രേമലു കറക്റ്റ്. ഞാനും പ്രേമലു തന്നെ എഴുതി. നല്ലൊരു മാർക്ക് കിട്ടോ? എനിക്ക് കൊറേ മാർക്കായി. നേരത്തെ ഞാൻ ഞാൻ ജയിക്കുമല്ലോ ഇത്. നോക്കട്ടെ നെക്സ്റ്റ് വീഡിയോ ഒത്തിരി സമയം 15 മിനിറ്റ് ഇത്രയും കാര്യം ഫേവറേറ്റ് പ്ലേസ് 25 മിനിറ്റ് വരെ ഉണ്ട്. ഫേവറേറ്റ് പ്ലേസ് ഫേവറേറ്റ് പ്ലേസാ സേറാടാ. കേരളത്തിലുള്ളതാണോ? കേരളത്തില് മലപ്പുറം വലിയ ഇഷ്ടപ്പെട്ടു. അല്ലല്ല ഞാൻ ഒന്നല്ലേ എഴുതി. ആ ഏത് ആൻസർ പറഞ്ഞോ? അല്ല എന്താ എഴുതിയേക്കണേ? മാമ വീട്. അത് പ്ലേസ് അല്ലേ? മാമ വീട് ഒരു സ്ഥലമില്ല. അത് 0. ആ പിന്നെ പറ. ഞാൻ എഴുതട്ടെ. സയൻ എന്താ എഴുതുന്നേ? മതി മതി പറഞ്ഞോ. സമയം പറഞ്ഞു. വാപ്പി എന്താ എഴുതിയേ? ടൈം ഇല്ല പറഞ്ഞോ. ഐസ്ക്രീം സ്പോട്ടാ. അല്ല, അതിലേക്കുള്ള ഒരു സ്ഥലത്തെ ഇവിടെ എന്താണ് അതിന്റെ പേര്? ഇതുള്ളത്. ഇതുള്ള സ്ഥലം. ആ. അയ്യ, എഴുതിയിട്ടില്ല, മനസ്സിലായി. ഇതെന്തോ ഉദ്ദേശിച്ചത്? അവൻ മല. അങ്ങനെ ട്രിപ്പ് പോണ സ്ഥലം അതിന് ഒരു മാർക്ക് ഞാൻ തരാം. വാപ്പിക്ക് മാർക്കില്ല കേട്ടോ. ബാബയ്ക്കും ഉമ്മയ്ക്കും പൂജ്യമുണ്ട്. ഞാൻ പൂജിട്ടു. നെക്സ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടം കഞ്ഞിയും ചമ്മന്തിയും പപ്പടമാണ്, അല്ലെങ്കിൽ കഞ്ഞിയും അച്ചാറും പപ്പടമാണ്. ഇത് പറഞ്ഞാൽ ഇത് എഴുതേണ്ടതാണ്. ചമ്മന്തി പപ്പടം. കഞ്ഞിയും ചമ്മന്തി. ചമ്മന്തി പപ്പടം. ഏതൊക്കെയുള്ളത്? എനിക്ക് ഏറ്റവും ഇഷ്ടം കഞ്ഞിയും ചമ്മന്തിയും പപ്പടമാണ്, അല്ലെങ്കിൽ കഞ്ഞിയും അച്ചാറും പപ്പടമാണ്. കഞ്ഞി, അച്ചാർ. ചമ്മന്തി പപ്പടം. ആ പപ്പടത്തിന്റെ ഉണ്ടെങ്കിൽ അച്ചാറാണ്. ശരി. അല്ല ഞാൻ ചമ്മന്തി ചമ്മന്തി അല്ലടാ തെറ്റാണ്. ഇപ്പൊ രണ്ടുപേർക്കും ഇതിന്റെ ആ ഞാൻ ഇട്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എന്തോടെ ഇവരെല്ലാവർക്കും ഉണ്ടല്ലോ ഇപ്പൊ. ഞാൻ നോക്കട്ടെ. എന്റെ ഫേവറേറ്റ് സബ്ജക്ട് ഫേവറേറ്റ് ഞാൻ ടീച്ചറിന് അത്ര ഒട്ടും ഇഷ്ടല്ല. ഡൺ. ഞാൻ എഴുതി. ഇംഗ്ലീഷ് ഇംഗ്ലീഷാണ് ഞാൻ എഴുതി. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റാണ് മാത്സ്. ഞാൻ എഴുതി ഇംഗ്ലീഷാണ്. എനിക്ക് പോയിന്റ്. ഒരു മാർക്ക്. എടാ നീ കേട്ടിട്ടല്ലേ എഴുതുന്നത്? അവൻ നേരത്തെ എഴുതിയത് ഞാൻ കണ്ടായിരുന്നു എഴുതുന്നത്. ഞാൻ ലാസ്റ്റ് മെസ്സേജ് അയച്ച ആരോടാ? ഇപ്പൊ ലാസ്റ്റ് മെസ്സേജ് എന്റെ ഫോണിൽ നിന്ന് അയച്ചോണ്ട് എനിക്കറിയാം. ഞാൻ അയച്ചു. എന്റെ ഒരു ഫ്രണ്ട് ആണ്. ആ കഴിഞ്ഞോ? ഹൈസ. ഫൈഹക്ക് എന്ന് പറഞ്ഞൂടെ? ഇല്ല ഹൈസക്കാണ്. ഓക്കെ അവന് മാർക്കില്ല. കഴിഞ്ഞോ? 15. ഞാനേ ഒരു സിനിമ കണ്ട്. ആ സിനിമ എനിക്ക് ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും പേടിയ ഒരു സിനിമയാണ്. ആ സിനിമയുടെ പേര് ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും പേടിയ സിനിമ പേടിയല്ലേ? പേടിയായിരുന്നു. ഞാനത് ഒരു ദിവസം എനിക്ക് പേടിയാൻ വേണ്ടിയായിട്ട് കണ്ടായിരുന്നു. ആ വാപ്പി ഇപ്പൊ എന്റെ കോപ്പി ചെയ്തു. വാപ്പി കണ്ടു ഞാൻ എഴുതി.
പേടിയാവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെക്കാറുണ്ട്. ഇവിടെ ഇല്ല. ഇനി അടുത്തത്. എന്തൊരു കഷ്ടം കുറെ നേരം ആ, കഴിഞ്ഞില്ലേ? ഇല്ല. ലാസ്റ്റ് ഇത്രയും like ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻ കൂടെ. ഫേവറേറ്റ് ഗെയിം ഞാൻ ഓൺലൈനാണ്. ഞാൻ മറ്റേ ഫോണിൽ കളിച്ചത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം. സയാൻ അറിയാൻ തോന്നുന്നു. ഇത് രാവിലെ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാവുന്ന ഒരു game ഏ ഉള്ളൂ. അത് ഞാൻ ഇട്ടു. ഞാൻ ക്ലൂ തരാം. വേണ്ട, കഴിഞ്ഞു. ഷാർക്ക്, ഹംഗ്രി ഷാർക്ക് എന്നറിയില്ല. ഇല്ല, ഞാൻ ടെമ്പിൾ റൺ സ്നേക്കിന്റെ ഒരു ആയിരുന്നു. ഇതല്ലേ സ്നേക്ക്. ഞാൻ ടെമ്പിൾ റൺ ആയിരുന്നു. അത് കളിക്കണം. ടെമ്പിൾ റൺ ഇല്ല. ഇല്ല. സയാൻ കറക്റ്റ് ഷാർക്ക്.